ഓക്കെ, വെൽക്കം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫാമിലി എന്ന കോഴ്സ് എടുത്തു, കുഴപ്പമില്ല. ഈ ഫാമിലി എന്ന കോഴ്സ് എടുത്തതിന് ഞാൻ കുറച്ച് പ്രത്യേകത ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഓക്കെ, ഇനി ഇതെങ്ങനെ പഠിച്ചു കയറണം എന്നുള്ള ഡൗട്ട് ചില ആൾക്കാർക്കുണ്ടാവും. അത്യാവശ്യം അലമ്പി നടക്കുന്ന ആൾക്കാർക്കുള്ളൊരു ട്യൂട്ടോറിയൽ പോലെ ഇത് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് പോലെ കണ്ടാൽ മതി. ഓക്കെ, ഈ പരീക്ഷ നമ്മൾ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പിള് നിങ്ങളെ ഒരു അത്യാവശ്യം മാർക്കുള്ള ആൾക്കാരെയാണ് ഇതിന് കയറ്റണത്, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റമേ ഒരു വായനശീലം ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ആൾക്കാരാണ് നിങ്ങളെ കയറ്റുന്നത്, റൈറ്റ്? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു എൻ്റെ കാലത്ത് എന്ന് പറയുന്നത് CBSEക്ക് ഒരു 80-85 ഉണ്ടെങ്കിൽ തന്നെ യു ആർ എ ഗുഡ് സ്റ്റുഡൻറ്റ്, റൈറ്റ്? യു ആർ എ പേഴ്സൺ ഹൂ ക്യാൻ പുൾ ത്രൂ. സ്റ്റേറ്റിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണ്, 2-3 A ഉള്ള. പ്രത്യേകിച്ച് സയൻസിനും ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നിട്ടാണ് A ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഫിസിക്സിന് അത്ര ഉണ്ടാവും ഞാൻ പറയില്ല. ബയോളജി, കെമിസ്ട്രി ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു കോഴ്സാണ് ഫാമിലി. ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ കയറിയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാം, റൈറ്റ്? ഇനി ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം നിങ്ങൾക്ക് ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് വാക്കുകൾ കൂട്ടി വായിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഇംഗ്ലീഷ് പറയാനായിട്ട് ഡിഫിക്കൽട്ട് ഉള്ള ഒരു കാര്യം. പക്ഷേ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് കുഹാസിൻ്റെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ സംഭവം കുറേ എഴുതാനുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. കുറേ എഴുതാനുണ്ട്. അപ്പോൾ ഇനി ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ഞാൻ ഓരോരോ പോയിന്റ്സിലേക്ക് ഞാൻ കിടക്കാം, എങ്ങനെ നമുക്ക് ഫാമിലിയിൽ നല്ല മാർക്ക് കിട്ടാമെന്ന്. ഓക്കെ, നമ്പർ 1 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് യു ഷുഡ് ഹാവ് റൈറ്റിംഗ് സ്കിൽസ്. ഓക്കെ, റീഡിങ് ആവറേജ് സ്കിൽസ്, വായിക്കാം ഒരു സ്കില്ല്. റൈറ്റിംഗ് സ്കിൽസ് നല്ല അത്യാവശ്യം നന്നായിട്ട് സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു കഴിവുള്ളതാണ് റൈറ്റിംഗ് സ്കിൽസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കോൺസെപ്റ്റ്സ് മനസ്സിലാവണം, അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. നമ്മുടെ എക്സാമിന് ഫസ്റ്റ് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മര്യാദ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റിനെ ആൻസർ ചെയ്യാനുള്ള രീതിയുണ്ട്, കണ്ടന്റ് ഉണ്ടാവണം. ഓക്കെ, നമ്മളൊക്കെ CBSEയിലൊക്കെ ഞാൻ പഠിച്ച സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെതായ ആൻസർ കീ ഉണ്ടാവും, നമുക്ക് അതിൻ്റെ പോയിന്റ്സ് എല്ലാം നമുക്ക് അറിയായിരിക്കും. അത് വെച്ച് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് എക്സാം വന്ന് എഴുതുന്നത്. പക്ഷേ ഫാമിലി എന്ന് പറയുന്ന സാധനം അങ്ങനെയല്ല. ബട്ട് അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ട്, സ്ട്രക്ചർ പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും അതിൻ്റെതായ സ്ട്രക്ചർ ഉണ്ട്. ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ എല്ലാ പേപ്പറിനും സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ മര്യാദക്ക് പഠിക്കാം. എങ്ങനെ ആൻസർ ചെയ്യുന്നത് സ്ട്രക്ചർ ഉണ്ട്, അത് മര്യാദക്ക് പഠിക്കാൻ എഴുതാം. ഓക്കെ, പിന്നെ ഞാൻ കാര്യം പറഞ്ഞേക്കാം. എൻ്റെ കോളേജിൽ ഞാൻ ഏറ്റവും കൂടുതൽ, ഐ ആം നോട്ട് റോങ്, മോസ്റ്റ് സ്ട്രഗ്ലിംഗ് സ്റ്റുഡൻറ്റ്. ഓക്കെ, ഞാൻ നിങ്ങളെ ബെസ്റ്റ് ആയിട്ടുള്ള ആളല്ല, ബട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ ഉണ്ടാക്കില്ല എന്നെനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് ഒന്നാമതേ തന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കുന്ന സ്ട്രഗിൾ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണ ഒരു കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐ ആം കോമ്പിറ്റൻറ്റ്, ബട്ട് ഐ ആം നോട്ട് അൾട്രാ കോമ്പിറ്റൻറ്റ്. ഓക്കെ, അൺകോൺഷ്യസ് കോമ്പിറ്റൻസി. ഓക്കെ, ഐ ആം ജസ്റ്റ് കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി ഓർ കോൺഷ്യസ് കോമ്പിറ്റൻസി. ഓക്കെ, ഇത് രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ള ആളാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ പഠിക്കണത്. പക്ഷെ എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം കോമ്പിറ്റൻ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഒരു കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ്, ഐ ഹോപ്പ് ഗോഡ് ഹെൽപ്പ് മീൻസ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടന്റ് എല്ലാത്തിനും വേണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആൻസറിങ് സ്കീം അല്ല ഇതിന് വേണ്ടത്, നമുക്ക് വോളിയം വേണം. ഓക്കെ, ഫോർ ഓൾ ദ CBSE babies, അമൂൽ ബേബീസ്, ഐ വുഡ് സേ ദാറ്റ് നിങ്ങൾ എൻ്റെ കാലഘട്ടത്തിലുള്ള ആളുകളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉള്ള ജനറേഷനായിട്ട് റെലവൻസി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 5 കൊല്ലമായി സ്കൂളൊക്കെ കഴിഞ്ഞിട്ട്. നമ്മൾ പ്രതീക്ഷിക്കണ പോലെ ഓസ്വാളോ ടുഗദർ വിത്തോ ഒരു ആൻസറും ഉണ്ടാവില്ല. നമ്മൾ കുറേ എഴുതണം എന്ന് പറഞ്ഞാൽ കുറേ എഴുതണം. നമുക്കൊരു ബുക്ക്ലെറ്റ് തരും. ആ ബുക്ക്ലെറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ സാധാ ക്ലാസ്മേറ്റ്സിന്റെ ബുക്കിനേക്കാൾ ജസ്റ്റ് ഒരു ഇത്തിരി മേളിലുണ്ടാവും.
ഇത്ര നീളം ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ എഴുതി തീർക്കണം. ഓക്കെ, ഇതൊരു 50 പേജ് ഉണ്ടാവും. പുറത്തൊരു മീൻസ് തലഭാഗം ഉണ്ടാവും, അതിൻ്റെ ബാക്ക് ഉണ്ടാവും. ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു MCQ ഉണ്ടാവും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് MCQ. മര്യാദ ആൻസർ ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും, ഇല്ലെങ്കിൽ ആൻസർ കിട്ടില്ല. ഓക്കെ, ക്വസ്റ്റിനൊക്കെ എങ്ങനെ വന്ന് നീക്കാറുണ്ട്, അതൊക്കെ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. MCQ എങ്ങനെയാണ് നീക്കാറുണ്ട്, പക്ഷെ അതൊരു ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. പിന്നെ വോളിയം, അത് കഴിഞ്ഞിട്ട് വന്നതാണ് ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കേസ് ഞാൻ പറയുന്നത് വെച്ചാൽ വോളിയം, ഞാൻ പറയും നിങ്ങൾ ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ്, ഫെയിലിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണോ, ഐ വുഡ് സേ എയിം ഫോർ വോളിയം. ദ ബോയ്സ് ഓർ ഗേൾസ്, എയിം ഫോർ വോളിയം. ഗേൾസിന് പൊതുവെ ഈ പ്രോബ്ലം ഉണ്ടാവില്ല, ബോയ്സിനാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ബോയ്സ് ആണ് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ ലൈക്ക് there are nights and days where I wish someone told me each and every year, each and every paper like this. അതില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, വോളിയം ഏതാ. പിന്നുള്ള കാര്യം ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ, ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കും ഏറ്റവും ആവറേജ് ഹാൻഡ് റൈറ്റിംഗിലായിരിക്കും മൊത്തം എഴുതേണ്ടിരുന്നു. ബട്ട് ഐ ടെൽ യു വൺ തിങ്, ഐ റീച്ച് എ പോയിന്റ് ഇൻ മൈ തേർഡ് ഇയർ ഡ്യൂറിങ് ആൻ അനാലിസിസ് പേപ്പർ ഐ കനോട്ട് ഫിനിഷ്. എക്സാം പേപ്പറിൻ്റെ അവസാനം എത്തി, പക്ഷെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഐ എൻഡ് ഹാപ്പനിങ് വാസ്, ഞാൻ സ്ക്രിബിൾ ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഇപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ സബ്ജക്റ്റാണ്, ഫിസിക്സ് പരമായിട്ടൊരു സബ്ജക്റ്റാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ, ദ ടെമ്പറേച്ചർ ഇസ് 1600 degrees, there is a slit mirror, there is a ash mirror, it is splitting, there is a diffraction, there is an electron will be jumped from this to that. ഇതിൻ്റെ അകത്ത് ഞാനൊരു കാര്യം പറയാം, ഈ പറഞ്ഞ മൊത്തം വാക്കിൽ ഞാൻ ടെമ്പറേച്ചറിന് TNEM മര്യാദ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് റേച്ചർ സ്ക്രിബ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. ഈസ് എന്ന് പറഞ്ഞിട്ട് സ്ക്രിബ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. 1600 degrees മര്യാദ ചെയ്തിട്ടുണ്ടാവും. The slit mirror is placed ഒക്കെ സ്ക്രിബ് ചെയ്തിട്ടുണ്ടാവും. ആഫ്റ്റർ മര്യാദ ചെയ്തിട്ടുണ്ടാവും. ആഫ്റ്റർ ഈ സാമ്പിൾ സെൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതിനൊക്കെ നമ്മൾ പോയിന്റ്, യഥാർത്ഥ പോയിന്റിന് നമ്മൾ മര്യാദ ഹാൻഡ് റൈറ്റിംഗ് ചെയ്താൽ ഇങ്ങനെയൊക്കെയാണ്. ലൈക്ക് യു കനോട്ട് ഫിനിഷ് ദ പേപ്പർ ദ വേ യു ഇമാജിൻ. ഇഫ് യു ആർ സ്ലോ ഹാൻഡ് റൈറ്റിംഗ്, ദിസ് ഇസ് ദ ഓൺലി വേ. ദിസ് ഇസ് വാട്ട് ഐ ഡിഡ് ആൻഡ് ദിസ് ഇസ് വാട്ട് വർക്ക്സ് ഫോർ മീ. ഓക്കെ, അങ്ങനെ. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ഐ ഡോണ്ട് തിങ്ക് ഐ സ്ട്രഗിൾഡ്. കുറേ പേര് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുള്ള, നമ്മൾ ജസ്റ്റ് സാധാ നോക്കുക, എന്തൊക്കെ എഴുതണം നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇത്ര സമയം കൊണ്ട് ഇത്ര എഴുതണം, ഇത്ര. ഓക്കെ, ഫസ്റ്റൊക്കെ ഞാൻ പോകുന്ന ആൾക്കാർ ഞാൻ പറയും 30 minutes ഉണ്ടാവും. ലൈക്ക് 5 മാർക്സിന്, ഓരോ 5 മാർക്സിന് 30 minutes വെച്ച്. ഇപ്പോൾ 10 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ 26 മിനിറ്റ്, 5 മാർക്കാണെങ്കിൽ 13 മിനിറ്റ്. അത് മാനേജ് ചെയ്ത് പോവാം. പിന്നെ ഞാനൊരു ടിപ്സ് ആൻഡ് ട്രിക്ക് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എംപ്ലോയ് ചെയ്തൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലോണം കണ്ടന്റ് ഉള്ള സബ്ജക്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ഫാർമസി, ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറഞ്ഞാൽ 2 സബ്ജക്ട്സ് ഉണ്ട്. കുറേ എഴുതാനുണ്ട്. ഓക്കെ, ഐ ഹാവ് ടു റൈറ്റ് എ ലോട്ട്. ഓക്കെ, സോ വാട്ട് ഐ ഡിഡ് വാസ്, ഐ റോട്ട് ദി മെയിൻ പോയിന്റ്സ്, ലൈക്ക് ഡെഫിനിഷൻസ് ആദ്യം തന്നെ എല്ലാത്തിനും എഴുതുക. ലൈക്ക് ദാറ്റ് ഈസ് എ വേ യു ക്യാൻ അറ്റംപ്റ്റ്, ലൈക്ക് യു ക്യാൻ സെഗ്മെന്റൈസ് യുവർ പേപ്പർ. നമുക്ക് ഓരോ പേപ്പറിന് എത്ര എഴുതാം. നമ്മൾ ഒരു പേപ്പറിന് ഒരു സബ്ജക്റ്റിന് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കാണ്. ഓക്കെ, സെഗ്മെന്റൈസ് ദ ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്, ഓരോ ക്വസ്റ്റ്യൻസിന് ഇത്രയും സ്പേസ് വെച്ച് കൊടുക്കുക. ഡ്യൂറിങ് മൈ ട്രയൽ ആൻഡ് ടെസ്റ്റ് ഐ ഫൗണ്ട് ഔട്ട് ഇറ്റ് ഈസ് 1 and 2, 3 sides. ഐ മീൻ 1, ഇപ്പോൾ ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ 10 മാർക്കിനാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങും. ഇപ്പോൾ നമ്മുടെ ബുക്കിലേക്ക് ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ 1, 2, 3 5 മാർക്ക് ഇത്രയും വേണമെന്നാണ് ഒരു ആവറേജ് കണക്ക് പ്രകാരം. നമുക്ക് 50 പേജസ് അല്ല, 48 പേജസ് ആണ്. ഡു ദ മാത്സ്, ഫിഗർ ഇറ്റ് ഔട്ട്. ഇറ്റ്സ് ആവറേജ് ഈസ് അറൌണ്ട് 6 sides, 3 pages എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 sides, 1, 2, 3, 4, 5, 6 ഇത്രയും സൈഡ്സ് ചെയ്താൽ 5 മാർക്കിനാണെങ്കിൽ 1.5 side, ഐ മീൻ 1.5 page വിച്ച് ഇസ് 3 sides. അങ്ങനെയൊക്കെ എഴുതാം. സെഗ്മെന്റ് ചെയ്താൽ, എന്നിട്ട് അതിന്റെ ഡെഫിനേഷൻസ് ചെയ്താൽ, അത് കഴിഞ്ഞിട്ട് ഹെഡിങ്സ് എഴുതി വെക്കുക. ഓരോ ഹെഡിങ്സിന് എന്തോരം ഉണ്ടാവും. ഫംഗ്ഷൻസ് ഓഫ് PTC, ഫംഗ്ഷൻ ഓഫ് ഫാർമസി തെറാപ്യൂട്ടിക് കൗൺസിൽ, കോമ്പോസിഷൻ ഓഫ് PTC എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ സെക്ഷൻസ് ചെയ്താൽ, അത് കഴിഞ്ഞിട്ട് തന്നെ എൻഡിങ് പോയിന്റ്, ദ അഡ്വാൻറ്റേജസ് ഓഫ് PTC അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ്, നന്നായിട്ട് എഴുതാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം. അങ്ങനെയുള്ളൊരു സബ്ജക്ട്സിന്റെ എക്സാമ്പിൾ NQ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇയറിൽ ഫാർമസി ഉണ്ട്, HCP, MPC, PUC, PAC, ഇതൊന്നും പറ്റില്ല. PAC is a good subject. I will tell you later in another video.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ഈസ് ടാസ്ക്. Microbiology is a good subject. Pharmacognosy is a good subject. If I'm not wrong, it should be one more subject. I don't remember well. Okay. In third year, it is analysis and formulation. ഈ രണ്ട് സബ്ജക്ട്സും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് എന്തൊക്കെ എഴുതാമെന്ന് എഴുതാം. പിന്നെ MC ഉണ്ട്, തെറാപ്യൂട്ടിക്സ് ഉണ്ട്. ഓക്കെ. പിന്നെ ഫോർത്ത് ഇയർ ഉള്ളത് ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ. ഇനി ഫിഫ്ത്ത് ഇയർ ഞാൻ എഴുതിയിട്ടില്ല, ഫിഫ്ത്ത് ഇയർ നോക്കട്ടെ. ഇങ്ങനെയാണ് നമ്മൾ എക്സാം എഴുതുന്നത്. ഓക്കെ. ഇത്രയാണ് എക്സാം എഴുതാനുള്ളൊരു ടെക്നിക്ക് എന്ന് ഞാൻ പറയുന്നത്. നൗ മൈ നെക്സ്റ്റ് തിങ് ഈസ് ഫോർ ഓൾ ദ പീപ്പിൾ ഹു ആർ സ്ട്രഗ്ലിംഗ്. ഓക്കെ. ദിസ് മൈറ്റ് become an ugly tooth or a dark tooth kind of scenario. That is let me just get some water break. I'll be back. എൻ്റെ കഥ എന്ന് പറയുന്നത്, സ്കൂളിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. 89% CBSE കിട്ടി, 95 in bio-IP and biology and IP. A good amount of marks in physics. I got, I'm not wrong, 89. 89 was for 89 was for physics, and 91 was for this thing, chemistry, and 81 or 84 for my English. Okay. This is a good marks. At a time it was also good. I performed well. നമുക്കൊരു പെർഫോമൻസ് കോൺഫിഡൻസ് നമുക്കുണ്ടാവും, നമ്മൾ ഓരോന്ന് പെർഫോം ചെയ്യണം. അത് വെച്ചിട്ടൊക്കെ ഞാൻ വന്നു. ബട്ട് വാട്ട് എൻഡ് അപ്പ് ഹാപ്പനിങ്, ഐ വാസ് ലൈക്ക് ഓക്കെ, വി വിൽ ജസ്റ്റ് ചിൽ ഫോർ ഇൻ കോളേജ്, കുറച്ചൊക്കെ അലമ്പാം എന്ന് വിചാരിച്ചു. കൂടുതലുള്ള ആൾക്കാർ അലമ്പലൊക്കെ തന്നെ, അല്ലെങ്കിൽ ലൈക്ക് ദേവർ ലൈക്ക് ക്ലാസ്സിൽ കയറാണ്ടിരിക്കുന്നല്ല, ലൈക്ക് ദേവർ ലൈക്ക് റിയലി റിലാക്സ്ഡ് അബൌട്ട് ദിയർ സ്റ്റഡീസ്. ലൈക്ക് അത്രയ്ക്കും ടെൻഷനൊന്നും അവരുടെ മുഖത്തൊന്നുമില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ലൈക്ക് മൈ ക്ലാസ്മേറ്റ്സ്. ബട്ട് പോകെ നമുക്ക് എക്സാം റിസൾട്ട്, ഫസ്റ്റ് ഇയർ റിസൾട്ട് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് കൂടെയുള്ള എല്ലാവർക്കും നല്ല മാർക്കുണ്ട്, അവർ പാസ്സായി. എനിക്ക് മാത്രം കുറച്ചധികം സപ്ലികളുണ്ടായി. ഓക്കെ. അതിൽ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൂടെയുള്ളവൻ നമ്മളെ വിമർശിക്കുകയും കളിയാക്കലും എല്ലാം ഉണ്ടാവും. ഓക്കെ. അവസാനം എത്തുമ്പോഴേക്കും അവൻ പഠിച്ച് പാസ്സായി മുന്നോട്ട് കയറും. ഓക്കെ. That's number one. Don't play around with your friends expecting that the same effort is enough. കാരണം വെച്ചാൽ നീ കിട്ടുന്ന എഫേർട്ട് ചിലപ്പോൾ 10 3 ഇരട്ടി എഫേർട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ എഫേർട്ട് ഇട്ടാലാണ് നീ ചിലപ്പോൾ ആ സബ്ജക്റ്റ് ക്ലിയർ ആവും. പക്ഷെ നിന്റെ കൂടെ ഉള്ളവൻ അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അവൻ അത് പാസ്സാവുള്ളൂ. ഓക്കെ. ദാറ്റ് ഈസ് എ റിയൽ എക്സാമ്പിൾ ദാറ്റ് ഐ സീ എവറി ഇയർ ഡാ. ലൈക്ക് ഇപ്പോഴും ഞാൻ ആ സമയം, എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-5 കൊല്ലമായിരിക്കും. റൈറ്റ്. ഈവൻ ഐ സ്റ്റിൽ സീ ഇറ്റ് in that same scenarios. People are there. Okay. Don't. And another advice I would say is that your friends will make fun of you, mock you, all these kind of കളിയാക്കും, ഊക്കും എല്ലാം ചെയ്യും. ബട്ട് നിനക്ക് പഠിക്കണമെന്നുണ്ടോ, നീ പഠിച്ചിരിക്കണം. ഓക്കെ. ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക്. നൗ ഐ വുഡ് സേ അനദർ തിങ് ഇസ് ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു എക്സ്പോസ് മൈ സീക്രറ്റ്സ്. ബട്ട് 10 പേർക്ക് ഇത് മര്യാദയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് അവർ എസ്കേപ്പ് ആവണമെങ്കിൽ സോ ബി ഇറ്റ്. ഓക്കെ. നിനക്ക് വേണമെങ്കിൽ നോട്ട്സ് ജസ്റ്റ് കളക്ട് ചെയ്യാം. ഓക്കെ. നോട്ട്സ് കളക്ട് ചെയ്യാം. പറയാം നോട്ട്സ് ജസ്റ്റ് കളക്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറയാം. ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ബട്ട് ദിസ് ഈസ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് യു ഷുഡ് സേ. ഞാൻ മൊണ്ണകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങളിത് മര്യാദയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്തു നിന്നില്ലെങ്കിൽ യുവർ സോഷ്യൽ സോഷ്യൽ ലൈഫ് എങ്ങനെ ഉണ്ടാവും എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. ഓക്കെ. അങ്ങനെ പറയാം. ജസ്റ്റ് ഡോണ്ട് സേ ദാറ്റ് യു ആർ ഗോയിങ് ടു സ്റ്റഡി. ഇറ്റ്സ് സ്റ്റുപ്പിഡ്. ഊക്ക് ഇറന്ന് മേടിക്കുന്നില്ല ആയിരിക്കും. ഓക്കെ. സേ അപ്പോൾ അതനുസരിച്ച് നിൽക്കുക. നോട്ട്സ് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ. അത് അങ്ങനെ പറഞ്ഞ് നിന്നാൽ മതി. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ, നിനക്ക് നേരത്തെ പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നീ നേരത്തെ പഠിക്കാം. പിന്നെ ഞാനൊരു അമേസിങ് തിങ്, ഐ ആം നോട്ട് സേയിങ് ഇറ്റ്സ് അമേസിങ് തിങ്, ബട്ട് എൻ്റെ കാര്യത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ക്യാൻ
സ്റ്റേ ഇൻ എ PG വേർ ദർ ആർ അതർ ഫാമിലി സ്റ്റുഡൻസ്. അതെന്ന് വെച്ചാൽ നമുക്കൊരു ഫാമിലി സ്റ്റുഡൻസ് ഉള്ള ഒരു PGയിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിലോ നിൽക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയേഴ്സ് ഉണ്ട് നമുക്ക് പറഞ്ഞുതരാൻ, നമുക്ക് ഓരോ എക്സാമിനെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണമെന്നുള്ള ആൻസർ പറഞ്ഞുതരാൻ, ക്വസ്റ്റ്യൻ പേപ്പറിനുള്ള കീ പറഞ്ഞുതരാൻ, നമുക്ക് എങ്ങനെ എക്സാം പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞുതരാൻ. ഇതിനൊക്കെ നമുക്ക് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സീനിയേഴ്സ് ആണ്, റൈറ്റ്? എന്നേക്കാളും എൻ്റെ മുമ്പേ പഠിച്ചു പോയ ആൾക്കാരാണ് എന്നെ പഠിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് അമേസിങ് ബ്രോ, അമേസിങ്. പിന്നുള്ള ദാറ്റ് ഈസ് ഫ്രം അബവ്. അനദർ അഡ്വാൻറ്റേജ് ഫ്രം ബിലോ ഈസ് നമുക്കിപ്പോ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ആ പിയർ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളൊപ്പം ഇപ്പൊ 4th ഇയർ പരീക്ഷ ഇപ്പൊ എൻ്റെ ഒപ്പം എഴുതണം 3 പേരുണ്ടെങ്കിൽ, ലൈക് ബോയ്സ് 3 പേരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുത്തൻ വീട്ടിൽ പോയിരുന്ന് പഠിക്കുകയായിരിക്കും. He will study day and night, like 6 hours guaranteed he studies from his home. Then he comes here and then he studies. He will revise. Another guy will be there who is studying from the day moment he wakes up, which is like 11 o'clock, and then he studies till 4 o'clock in the morning. Okay, and he will study from 11 to 1:30, from 1:30 from 2 to 4 o'clock, from 4 to 6 he does some shenanigans which is involved in. He spends his time freely. From 6 to 9 or 8 he studies. He walks and studies, and from 10 or 11 to 4 o'clock he studies, but he takes his own breaks and all, and he takes his own breaks in the middle. Whenever he feels like fatigue, he takes break. Okay, that's how he studies. What ends up happening is that നീ അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ നീ താനെ പഠിക്കാൻ തുടങ്ങും. അവൻ ഇത്രയും ദിവസം ഇപ്പൊ എക്സാമിൽ 2 ദിവസം ഉണ്ടെങ്കിൽ ആദ്യത്തെ 2 ദിവസം ഒരു ദിവസം നീ ചിലപ്പോൾ പകുതി ഉഴപ്പിയിട്ടുണ്ടാവും. 25% എഫിഷ്യൻസി, അല്ലെങ്കിൽ 25% ടൈം മാത്രമേ ഉപയോഗിച്ചുള്ളൂ ഇൻ ദ ഡേ. ഇവനെ കണ്ട് നീ 50% അടുത്ത ദിവസം ഉപയോഗിച്ചു തരും. അത് കണ്ടിട്ട് നീ വീണ്ടും മോട്ടിവേറ്റ് ആയിട്ട് 80% ഉപയോഗിച്ചു. അതായത് ലൈക്ക് എൻ്റെ അടുത്ത് നമ്മൾ അവരുടെ ഒപ്പം മാച്ച് ചെയ്ത് എന്നിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. ഏറ്റവും വലിയ സൂപ്പർ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പം ഉള്ള ആൾക്കാർ ഞാൻ പകലിരുന്ന് പഠിക്കുന്നതുകൊണ്ട് അവരുടെ ഒപ്പം ഇരുന്ന് ഞാൻ പഠിക്കും. ഓക്കെ, പിന്നുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ പഠിപ്പിക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, teaching someone is an advantage. You get people because they want to learn this concept faster. You want to learn this concept faster. They will say like they will filter out all the stuff which you don't need. Okay, എനിക്കിപ്പോൾ ഇന്ന ടോപ്പിക്കിൽ പറയാണ് സമ്മറൈസ് ചെയ്ത് പറയാം എക്സാം ചെയ്തപ്പോൾ ആ സമ്മറൈസ് ചെയ്ത് തന്നെ ഒരു ചീറ്റ് കോഡാണ്. ദിസ് ഇസ് എ ലിറ്ററൽ ചീറ്റ് കോഡ് ഫോർ യുവർ ഫാമിലി എക്സാംസ്. Being in an environment where there are seniors and your peers. Okay, that's number 2. So that is a literal cheat code for family if you're struggling. And number 3, everyone has a method. Okay, ഞാൻ പഠിക്കണ മെത്തേഡിലല്ല നീ പഠിക്കണ മെത്തേഡിലല്ല അവൻ പഠിക്കണം, എല്ലാവർക്കും ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, I'll give an example. Okay, one example is my friend is a person who studies from notes, written notes. So that's how he does. Girls are like that. Girls mostly are like they write their own notes, they study from it. Boys are mostly they will write a written note, prepared note, and they study from that. Some guys like me, I couldn't study from the notes. Like some notes are like it feel like too excessive. Like the girl പിമ്പിളാർ നോട്ട് ആയതുകൊണ്ട് ഭയങ്കര എക്സസീവ് ആയെന്ന് തോന്നിയതുകൊണ്ട് എനിക്കത് ഒന്നാമത്തെ സബ്ജക്റ്റിനോട് അത്രയും അഫിനിറ്റി ഇല്ല. ലൈക്ക് നോട്ട് എ ഗ്രേറ്റ് സബ്ജക്ട് ഫോർ മീ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്ട്രഗിൾ ഉണ്ടാവും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് sometimes you don't like to read the note. So what I ended up doing was I used to watch videos, YouTube videos, use different sources. Like എൻ്റെയൊക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാമിലിയാണ് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ കിട്ടൂല വീഡിയോസ്, അപ്പോൾ കിട്ടില്ല. B.Pharm സെർച്ച് ചെയ്യുക, B.Pharm കിട്ടിയില്ലെങ്കിൽ MBBS സെർച്ച് ചെയ്യുക, MBBS ആണ് നല്ല അല്ലെങ്കിൽ മെഡിക്കൽ സെർച്ച് ചെയ്യുക. You will get a good enough content for these videos. Watch it, study it however you want, however you can, and learn it. Okay, അങ്ങനെ don't judge, don't think that you're inefficient or you're inadequate if your methods are not same as your peers. That's number 3. And number 4 is that preparation. Don't be in despair if you are failing. Sometimes you are not going to have great days. നമ്മൾ 21 days സ്റ്റഡി ലീവ് കിട്ടി കഴിഞ്ഞിട്ട് 21 days സൂപ്പറായിട്ട് എഴുതും എന്നൊക്കെ പ്രതീക്ഷിക്കണേൽ ഐ എം ടോക്കിംഗ് അബൌട്ട് സ്ട്രഗ്ലിംഗ് സ്റ്റുഡൻസ്. നമുക്ക് അത്രയും എഫിഷ്യൻസിയോ അല്ലെങ്കിൽ അത്രയും സൂപ്പറായിട്ട് പഠിക്കുന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി അല്ല. സ്ട്രഗ്ലിംഗ് സ്റ്റുഡൻസിനേക്കാൾ ഏറ്റവും കഷ്ടമാണ്
people who are having other things in their mind. നമുക്ക് ഫാം ഡി എന്നുള്ള എൻ്റെയൊക്കെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാം ഡി ഓക്കെ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഫാം ഡി ചെയ്തിട്ട് ലൈഫ് സെറ്റ് ആക്കും സൂപ്പർ ആക്കും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കില്ല. ബിക്കോസ് I am a realist and I have seen the reality, so that probably that's why. But there are also people who work based on fear. That is also some people. Some people are afraid of failing. Some people are afraid of losing. Some people are afraid of parents. Fear കൊണ്ട് പ്രൊപ്പൽഡായുള്ള കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഫിയർ ഒന്നും ഉണ്ടായിരുന്നില്ല, ഡിസ്പെയർ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഡിസ്പെയർ ഓവർകം ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ഗിവ് അപ്പ്. ഇഫ് യു ഹാവ് ഓൺലി 3 days or 5 days or 1 week left, 1 week or 5 days or 3 days, study when you got the recognition. നമുക്ക് it doesn't matter what you did previously. മീൻസ് അപ്പോൾ പാസ്റ്റ് മൊത്തം ദിവസം നന്നായിട്ട് പഠിച്ചിട്ട് ഇപ്പോഴും ഫെയിൽ ആവും, ഇപ്പോൾ മോശമായിട്ട് പഠിച്ചിട്ട് പരീക്ഷ തോക്കാം, റൈറ്റ്? അപ്പോൾ അതിന് പകരം ഇപ്പോൾ പഠിക്കാൻ തോന്നുകയാണെങ്കിൽ ഇപ്പം അതിനോട് കുറ്റബോധം വെച്ച് ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പം എങ്കിലും പഠിച്ച് തുടങ്ങ്. ഡോണ്ട് ജസ്റ്റ് ഇറ്റ് ദെയർ. ഓക്കെ, അങ്ങനെയും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് സംടൈംസ് പതിയെ തിന്നാ പനയെ തിന്നാന്ന് പറഞ്ഞ പോലെ, നമ്പർ 5, if you can eat something small, like complete a topic small, complete that topic. Okay, പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് സ്ട്രഗിൾ സ്റ്റുഡൻസിനുള്ളൊരു ടിപ്പ് എന്ന് ഞാൻ പറയുന്നത്. പിന്നെ 7ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുഹാസിലുണ്ട്. കുഹാസിൽ നിന്ന് ആ പേപ്പർ നോക്കുക, അനലൈസ് ചെയ്യുക, പഠിക്കുക. ഇപ്പോൾ I will give you an example of how to analyze your paper based with AI in another tutorial. Okay, അപ്പോൾ അങ്ങനെയുണ്ട് ഒരു സംഭവം. അങ്ങനെയാണ്, ഇതൊക്കെയാണ് ഒരു പരീക്ഷ പ്രിപ്പയർ. ഓക്കെ, പിന്നെ another thing, this is I am telling you with utmost prejudice. If I am not sure if prejudice is the right word, but utmost caution. Okay, sometimes you want to perform well in the exam, but if you are sleepy, you cannot perform well. Okay, so I would suggest you, I'm not actually and this is something that I did. Okay, I used to take stink. This is the latest discovery I made, like just 2 months ago for my 4th year exam. I used to take stink, study for the routine. ഇങ്ങനെയായിരുന്നു ഞാൻ. പരീക്ഷ വന്നിട്ട്, ഫോർ എക്സാമ്പിൾ, ഇഫ് ദിസ് ഈസ് യുവർ നോർമൽ എക്സാം ഷെഡ്യൂൾ, മൺഡേ പരീക്ഷ ഉണ്ടായി. മൺഡേ വൈകുന്നേരം ഒരു 10-10 മണി ആകുമ്പോഴേക്കും ഞാൻ പഠിച്ചു തുടങ്ങും. 1 മണി 4 മണി ആകുമ്പോഴേക്കും ഞാൻ പഠിച്ച് തീർക്കും, എന്നിട്ട് കിടക്കും. എന്നിട്ട് ഞാൻ അടുത്ത ദിവസം 12 മണിക്കോ 1 മണിക്കോ എണീക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, മീൻസ് ലൈക്ക് എക്സാമിൻ്റെ തലേ ദിവസം, what I used to do is that I would dose myself of 70 mg of caffeine. Okay, ഞാൻ ഫാർമക്കോളജികൾ വർഷമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഡോസ് ചെയ്യുന്നത്. So sting എന്ന് പറഞ്ഞാൽ ഒരു കുപ്പി. Now I will tell you, don't take sting while there's a better alternative. And what ends up happening is that I will stay awake for 6 hours. That's how much life you have with sting. I mean caffeine. അത് കഴിഞ്ഞിട്ട് എക്സാം, like you sleep at 6 or 5, then you wake up at 8 or 7:30. You have your breakfast. Then you go to your exam hall. Then right half an hour before you go to enter the exam hall, you take another stink. Okay, another caffeine, and then you enter the exam hall. This is illegal stuff. This is not doping. This is essentially what biostimulants, like this is exactly what things that you get from food itself. Okay, this is nothing synthetic. Now, why you should do this is that I had a mistake recently. Okay, the aptitude exam, I couldn't write well because I had grogginess and sleepiness. I couldn't write it well. Then when I tried this method, I was like, I wish I took caffeine before I went for an exam. Right? Because exam ഉറങ്ങാണ്ടെങ്കിലും ഇരുന്നായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും എഴുതിയാനേ എന്നൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായി. I don't want that shit to happen to you and cost you 6 months. If you know, you know. Okay. So, and now the better alternative for stink. If you're going to take stink, what I would suggest is take tablets. Okay, there are do your research and take tablets. Take tablets of 70 or 100 mg caffeine. That's what I'm planning for the next one. That will keep you alive. I mean, keep you awake for the exam, and that's what works. That I hope it works.
So that's it for exams, how you should prepare for exams, what the dark truths about exams that you're going to face. Okay, that's it.